വെൽക്കം ടു സീമെഡിറ്റ് ഓൺലൈൻ അക്കാഡമി. ഇന്ന് നമുക്ക് ഫിസിക്കൽ ഫാർമസിയിലെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ മാറ്ററിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത്. നമുക്കറിയാം മാറ്റർ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ നമുക്ക് മാറ്ററിനെ കുറിച്ച് കൂടുതൽ അറിയണം. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മാറ്റർ? മാറ്റർ ഈസ് കോൾഡ് a substance or a material which requires a space to occupy. It is called as a matter. അല്ലെ, അതായത് മാറ്റർ എന്ന് പറഞ്ഞാല് ഒരു മെറ്റീരിയലിന് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന് മാസ് ഉണ്ടായിരിക്കും, അതിന് ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസും റിക്വയർ ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ നമുക്കറിയാം there are mainly 3 types of matter. അല്ലെ, ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അല്ലെ, അപ്പോൾ എന്താണ് സോളിഡ്സ് എന്ന് പറയുന്നത്? സോളിഡ്സ് ആർ വൺ കൈൻഡ് ഓഫ് മാറ്റർ വിച്ച് വിൽ ബി ഹാവിംഗ് ഡെഫിനിറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് a വോളിയം. അല്ലെ, അതായത് സോളിഡ്സിന് നമുക്ക് അറിയാം അതിനൊരു ഷേപ്പ് ഉണ്ടാകും, അതിനൊരു സൈസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് മാസും ഉണ്ട്. അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ്. ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് സോളിഡ്. അല്ലെ, എക്സാമ്പിൾ നമ്മുടെ ഐസ് ക്യൂബ്, അതൊരു സോളിഡ് ആണ്. അല്ലെ, അപ്പൊ അതിന് നമുക്കറിയാം it is having a mass and also it is having a shape like cubic shape, അല്ലെങ്കിൽ it is also having volume. അല്ലെ, അപ്പൊ അതിനെയാണ് നമ്മൾ സോളിഡ്സ് എന്ന് പറയുന്നത്. then what you mean by liquid? it is easy. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ it is a substance which will be having prominent volume. അല്ലെ, വോളിയം ഉള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ എന്ത് പറയാ? ലിക്വിഡ്. അപ്പൊ നമുക്ക് അതിനെ ഷേപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ? ലിക്വിഡ്സിന് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അല്ലെ, സോളിഡ്സിന്റെ പോലെ നമുക്ക് ലിക്വിഡ്സിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടെയ്നർ വിച്ച് വി ആർ ടേക്കിംഗ്. അല്ലെ, നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് എടുക്കുന്നത് ആ ഷേപ്പിലേക്ക് അത് മാറാണ് ചെയ്യുക. അപ്പോൾ ലിക്വിഡ്സ് ആർ ദോസ് സബ്സ്റ്റൻസ് വിച്ച് വിൽ ബി ഹാവിംഗ് ഡെഫിനിറ്റ് വോളിയം ബട്ട് ഷേപ്പ് ഈസ് നോട്ട് ഡെഫിനിറ്റ്. അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലിക്വിഡ്. ദെൻ വാട്ട് യു മീൻ ബൈ ഗ്യാസ്? It is another kind of matter which is do not have any shape or do not have any volume, അല്ലെങ്കിൽ it is do not have any kind of size. അല്ലേ, അതായത് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എയറിൽ ഇങ്ങനെ പാറി നടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാസസ് എന്ന് പറഞ്ഞത്. സോ ഗ്യാസസ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡു നോട്ട് ഹാവ് എനി സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഷേപ്പ് ഓർ വോളിയം ഓർ സൈസ്. അല്ലെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മാറ്റർ എന്താണെന്ന് നോക്കി, 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നോക്കി. അല്ലെ, ഇനി ഇവിടെ നമുക്ക് കാണാം സോളിഡ് ആയിട്ട് ഐസ് ക്യൂബ് ആണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, അതുപോലെ തന്നെ വോളിയവും ഉണ്ട്. അല്ലെ, അപ്പൊ അതിലെ മോളിക്യൂൾസ് കോമ്പാക്ട്ലി പാക്കഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അല്ലെ, സോളിഡ്സിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഓൾസോ വെരി ഹൈ. അതുകൊണ്ടാണ് അതിന് പെർട്ടിക്കുലർ വോളിയവും പെർട്ടിക്കുലർ സൈസും ഷേപ്പും ഉണ്ടാകുന്നത്. അല്ലെ, ഇൻ കേസ് ഓഫ് ലിക്വിഡ് വാട്ട് വിൽ ഹാപ്പൻ? നമുക്ക് സോളിഡിനെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റില് അതിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അകന്നിരിക്കുന്നതായിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് നമുക്കൊരു ഷേപ്പ് കിട്ടാത്തത്. ഓക്കെ, കോമ്പാക്ട്ലി പാക്കഡ് ആയി വരുമ്പോഴാണ് നമുക്ക് അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ലിക്വിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ്സിന്റെ ഇന്റർമോളിക്കുലർ പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിനനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും. സെക്കൻഡ് വണ്ണില് പാർട്ടിക്കിൾസ് ആർ ലിറ്റിൽ ഫാർ അപ്പാർട്ട്. അല്ലെ, അതായത് കുറച്ച് ദൂരത്തിലാണ് അവരുടെ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പെർട്ടിക്കുലർ സൈസും ഷേപ്പും ഇല്ലാത്ത. പക്ഷേ ഇറ്റ് ഈസ് ഹാവിങ് എ വോളിയം. അല്ലെ, അതിന് നമുക്ക് ഹോൾ തിങ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ വോളിയം ഉണ്ടാകും. അല്ലെ, ദെൻ വാട്ട് യു മീൻ ബൈ ദിസ് ഗ്യാസ്? ഗ്യാസ് മോളിക്യൂൾസ് കണ്ടില്ല, ഇതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാതും വളരെ ഫാർ അപ്പാർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിനൊരു ഫിക്സ്ഡ് വോളിയവും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എന്താ പറയാ, എയറിൽ നടക്കുന്ന ഒരു മാറ്റർ ആണ് എന്ത്? ഗ്യാസ് മോളിക്യൂൾസ്. അല്ലെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ വരുന്നത്. ഇറ്റ് ഈസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാറ്റേഴ്സ്. അല്ലെ, നമുക്ക് പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രകാരം മാറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അതായത് പാർട്ടിക്കിൾസ് ടൈറ്റ്ലി പാക്കഡ് ആണ് എന്തില്? സോളിഡ്സിൽ. അല്ലെ, അതുപോലെ തന്നെ ലിക്വിഡ്സിലോ ലൂസ്ലി പാക്കഡ് ആണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡോണ്ട് ഹാവിങ് എനി പെർട്ടിക്കുലർ സൈസ് ആൻഡ് ഷേപ്പ്. അല്ലെ, പിന്നെ ഗ്യാസസിലോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ നേച്ചർ. അല്ലെ, അതായത് പാർട്ടിക്കിൾസ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഗ്യാസസിൽ ഇരിക്കുന്നത്. ദെൻ ഷേപ്പ് ആണെങ്കിൽ നമ്മുടെ സോളിഡ്സിന് ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട്. അല്ലെ, ഞാൻ പറഞ്ഞു ഐസ് ക്യൂബ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് എ ക്യൂബിക് ഷേപ്പ്, അല്ലെങ്കിൽ നമ്മൾ ആ ഐസ് എന്ന് പറയുന്നത് കോമ്പാക്ട്ലി പാക്കഡ് ആണ്. അപ്പൊ അതിന്
പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട് അല്ലെ. ദെൻ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ഇറ്റ് ഈസ് ഹാവിങ് നോ എനി ഷേപ്പ് അല്ലെ, ഷേപ്പ് ഇല്ല. അപ്പോൾ ഗ്യാസസിനും അതുപോലെ തന്നെ ഷേപ്പ് ഇല്ല അല്ലെ. അത് എയറിൽ നടക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഇല്ല. ദെൻ ഞാൻ ഓൾറെഡി പറഞ്ഞു വോളിയം, നമ്മുടെ സോളിഡ്സിന് എപ്പോഴും വോളിയം ഉണ്ട്. അത് കോമ്പാക്ട്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർ വോളിയം ഉണ്ട്. ലിക്വിഡ്സിനും വോളിയം വരുന്നു, കാരണം നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ അനുസരിച്ചിട്ട് അതിന്റെ വോളിയം മാറും അല്ലെ. അപ്പോൾ അതിനും വോളിയം ഉണ്ട്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ദിസ് ഡു നോട്ട് ഹാവ് എനി വോളിയം അല്ലെ. ദെൻ റിജിഡിറ്റി നോക്കാം നമുക്ക്. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ സ്ട്രെങ്ത് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം. സോളിഡ്സിന് വെരി ഹൈ റിജിഡിറ്റി അല്ലെ. ആൻഡ് വാട്ട് അബൌട്ട് ലിക്വിഡ്, അതിനൊരു ലെസ്സർ റിജിഡിറ്റി ആണ് ഉള്ളത് ആസ് കമ്പയർഡ് ടു സോളിഡ്സ്. ഗ്യാസസ് ഡു നോട്ട് ഹാവിങ് എനി കൈൻഡ് ഓഫ് റിജിഡിറ്റി, അതായത് അവർക്ക് സ്ട്രെങ്ത്തിന്റെ ആവശ്യമില്ല, അവർ വളരെ ഇൻഡിപെൻഡന്റ് ആണ് ആ മെറ്റർ അല്ലെ. ദെൻ ഫോഴ്സസ് ഞാൻ പറഞ്ഞു, ഇൻ കേസ് ഓഫ് സോളിഡ്സ് ഇറ്റ് ഈസ് ഹാവിങ് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് അല്ലെ, അതായത് അവരുടെ ഇടയിലുള്ള ഫോഴ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ഇറ്റ് ഈസ് ഇന്റർമീഡിയറ്റ്, ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ഇറ്റ് ഈസ് വെരി വീക്ക്. അതുകൊണ്ടാണ് ഗ്യാസസിലെ പാർട്ടിക്കിൾസ് ആർ ഇൻഡിപെൻഡന്റ് ഇൻ നേച്ചർ അല്ലെ. ദെൻ ഫ്ലൂയിഡിറ്റി നോക്കുമ്പോൾ നമ്മുടെ സോളിഡ്സിന് ചാൻസേ ഇല്ല അല്ലെ. ഫ്ലൂയിഡിറ്റിക്ക് ചാൻസ് ഇല്ലല്ലോ, കാരണം അത് കോമ്പാക്ട്ലി പാക്ഡ് ആയതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലെ. അതാണ് സോളിഡ്സിന്റെ ഒരു പ്രത്യേകത. ദെൻ വാട്ട് അബൌട്ട് ലിക്വിഡ്, ഫ്ലൂയിഡിറ്റി ഇന്റർമീഡിയറ്റ് ആയിട്ടുണ്ട് അല്ലെ. നമുക്ക് ആലോചിച്ചറിയാം, വെള്ളം ഒരു കണ്ടെയ്നറിൽ നിന്ന് നമുക്ക് ചരിക്കുമ്പോൾ അത് ഫ്ലൂയിഡിറ്റി കൊണ്ടാണ് അത് താഴോട്ട് പോകുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ ലിക്വിഡ്സിന് ഫ്ലൂയിഡിറ്റി ഇന്റർമീഡിയറ്റ് ലെവൽ ആയിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് the fluidity is very high അല്ലെ. അതായത് already the gases are independent in the atmosphere, so it is very high fluid in nature, fluidity in nature അല്ലെ. Then compressibility, is it possible to compress the solids? No, because intermolecular materials highly compactly packed ആയതുകൊണ്ട് തന്നെ നമുക്ക് സോളിഡ്സിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ദെൻ വാട്ട് അബൌട്ട് ലിക്വിഡ്, നമുക്ക് കുറച്ചൊക്കെ ലിക്വിഡിനെ കംപ്രസ് ചെയ്യാം അല്ലെ. അതായത് നമ്മൾ മേലിന് ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ലിക്വിഡിനെ കുറച്ച് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് വോളിയം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ കംപ്രസബിലിറ്റി ഈസ് ഇന്റർമീഡിയറ്റ്. ഓക്കെ. വെൻ വാട്ട് അബൌട്ട് ഗ്യാസസ്, ഗ്യാസസിനെ സംബന്ധിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കംപ്രസ് ചെയ്യാൻ പറ്റും, കാരണം അറ്റ്മോസ്ഫിയറിൽ ഇൻഡിപെൻഡന്റ് ആയി നടക്കുന്ന പാർട്ടിക്കിൾസ് ആണ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുമ്പോൾ ഗ്യാസസിനെ നമുക്ക് ടൈറ്റ്ലി പാക്ക് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ഗ്യാസസ് ഈസ് ഹാവിങ് ഹൈ കംപ്രസബിലിറ്റി അല്ലേ. ദെൻ ഡെൻസിറ്റി, നമുക്കറിയാം സോളിഡ്സിന് ഡെൻസിറ്റി ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് എ പെർട്ടിക്കുലർ മാസ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിന് ഡെൻസിറ്റി ഉണ്ട്. ആൻഡ് liquids are also having intermediate kind of density, but gases do not have kind of density അല്ലേ. ഗ്യാസസിന് ഡെൻസിറ്റിയെ ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഡു നോട്ട് ഹാവ് എനി മാസ് അല്ലേ. മാസുള്ള ഐറ്റംസിനല്ലേ നമുക്ക് ഡെൻസിറ്റി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്യാസിന് ഡെൻസിറ്റി ഇല്ല. ദെൻ ഡിഫ്യൂസിബിലിറ്റി, ഡിഫ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഡിഫ്യൂഷൻ അല്ലേ. അപ്പൊ സോളിഡ്സിന് അത് പോസിബിൾ ആണോ? അല്ല, because the tightly packed particles are not able to move from high concentration to lower concentration അല്ലേ. and in the case of liquid നമുക്ക് കുറച്ചൊക്കെ നമുക്കൊന്ന് ഡിഫ്യൂസ് ചെയ്യിപ്പിക്കാം അല്ലേ. അതായത് കുറെ വെള്ളമുള്ള ഭാഗത്ത് നിന്ന് കുറച്ച് വെള്ളമുള്ള ഭാഗത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാം. ആസ് കമ്പയർഡ് ടു ഗ്യാസ്, ലിക്വിഡിന് അത്രയും ഇല്ല. പക്ഷെ ഗ്യാസിന് എന്താ, ഗ്യാസ് ഈസ് ആക്ച്വലി മൂവിങ് ആസ് അക്കോർഡിംഗ് ടു ദ ഡിഫ്യൂഷൻ അല്ലെ. അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് ആണ് ഡിഫ്യൂഷൻ പ്രിൻസിപ്പിളിൽ മൂവ് ചെയ്യുന്നത്. അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് എപ്പോഴും ഹയർ കോൺസെൻട്രേഷനുള്ള ലെവലിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള ലെവലിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ ഡിഫ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസസ് ഈസ് ഹാവിങ് ഹൈ ഡിഫ്യൂസിബിലിറ്റി. ഓക്കെ. ദെൻ കൈനറ്റിക് എനർജി, നമുക്കറിയാം സോളിഡ് പാർട്ടിക്കിൾസിൽ കൈനറ്റിക് എനർജി കുറവായിരിക്കും അല്ലെ. ആൻഡ് ലിക്വിഡ്സിൽ ഇന്റർമീഡിയറ്റും അതുപോലെ ഗ്യാസിൽ വെരി ഹൈ കൈനറ്റിക് എനർജിയും ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾസ് എന്താ സോളിഡ്സിന് ഞാൻ പറഞ്ഞു, ഐസ് അല്ലെ, അതായത് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ് ആണ് അതിന്റെ എക്സാമ്പിൾസ് വരുന്നത്. ദെൻ വാട്ട് അബൌട്ട് ലിക്വിഡ്, വാട്ടർ ഇസ് എ കോമൺ എക്സാമ്പിൾ അല്ലെ. ഓൾ ഫ്ലൂയിഡ്സ് വരും, നമുക്ക് മൈൻഡിൽ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നത് വാട്ടർ എടുക്കാം അല്ലെ. ഗ്യാസസിന് എക്സാമ്പിൾ ആണ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ. അപ്പോൾ ഈ 3 മാറ്റേഴ്സ് നമ്മൾ പഠിച്ചു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഇതില് ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം അല്ലെ. ലിക്വിഡ്, സോളിഡ്, ഗ്യാസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ദെൻ നമുക്ക് ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നോക്കാം. അതായത് 3 ടൈപ്പ് ഓഫ് മാറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. അപ്പോ
നമുക്ക് chances are there for the conversion of this solid to liquid or this liquid to gas or this gas to directly to solids. അങ്ങനെ നമുക്ക് പല പല ചേഞ്ചസ് നടക്കാം അല്ലെ അറ്റ്മോസ്ഫിയറിൽ. നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതായത് സോളിഡിനെ ലിക്വിഡ് ആയി മാറുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? എന്താണ് നമ്മൾ അതിനെ പറയുന്നത്? അതിനെയാണ് നമ്മൾ പറയുന്നത് മെൽറ്റിംഗ് അല്ലേ? അതായത് a solid material is converted into liquid form is called as melting. Okay, അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? when we are increasing the temperature. For example, നമ്മളിപ്പോ പറഞ്ഞു സോളിഡ്സിന് എക്സാമ്പിൾ ഐസ് എന്ന് പറഞ്ഞു അല്ലെ? ഐസ് നമ്മൾ ഉരുക്കിയാൽ എന്ത് കിട്ടും? ലിക്വിഡ് കിട്ടും, അതായത് വെള്ളം കിട്ടും അല്ലെ? അത് തന്നെയാണ് ഈ മെൽറ്റിംഗ് പ്രോസസ്. അതായത് സോളിഡ് ഈസ് കൺവേർട്ടിംഗ് ടു ലിക്വിഡ് അണ്ടർ ഹൈ പ്രഷർ. ദിസ് ഇസ് കോൾഡ് ആസ് മെൽറ്റിംഗ് പ്രോസസ്. അതാണ് ഒരു ചേഞ്ച് ഓഫ് മാറ്റർ അല്ലേ? ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ലിക്വിഡ് ഈസ് ബോയിലിംഗ്? അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകും. അതായത് ലിക്വിഡിൽ നിന്ന് വേപ്പേഴ്സ് ആയി മാറും അല്ലെ? മുകളിൽ നമ്മുടെ ആവി വരില്ലേ, സ്റ്റീം ആയിട്ട് മാറില്ലേ? അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയി മാറാന്ന് പറയാം. അപ്പോൾ ലിക്വിഡിനെ നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചറിൽ അറ്റൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയി മാറുന്നതിനാണ് എന്ത് പറയാ, വേപ്പറൈസേഷൻ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ചേഞ്ച് ഓഫ് മാറ്റർ ആണ് വേപ്പറൈസേഷൻ. വേപ്പറൈസേഷനിൽ എന്താ നടക്കുന്നത്? The matter liquid is converting to gas under high temperature. So this is called as vaporization. ഇനി അടുത്തൊരു ചാൻസ് ഉള്ളത് ഗ്യാസിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് സോളിഡിലോട്ട് മാറ്റാം അല്ലേ? അതൊരു സ്പെഷ്യൽ കേസ് ആണ്. അതിനെന്താ നമ്മൾ പറയാ? അതിനെയാണ് നമ്മൾ പറയാ ഡെപ്പോസിഷൻ. അതായത് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് ഹൈലി കംപ്രസ് ചെയ്തിട്ട് സോളിഡ്സ് ആക്കി മാറുന്നതാണ് നമ്മൾ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് ചേഞ്ച് ഓഫ് മാറ്റർ ആണ്. ഓക്കെ, ദെൻ റിവേഴ്സ് നമുക്ക് നോക്കാം. അതായത് ഒരു ഗ്യാസിൽ നിന്നും ലിക്വിഡായി മാറുന്നു. നമ്മൾ ഗ്യാസിൽ ഒരു ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ അത് തിരിച്ച് ലിക്വിഡായി കൺവേർട്ട് ചെയ്യുന്നു. അതിനെന്താ നമ്മൾ പറയാ? അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ നീരാവി നിന്നിട്ട് നമ്മളിപ്പോ വെള്ളം ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഒരു ക്ലോസ്ഡ് ലിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കുമ്പോൾ നമുക്ക് മേലെ അതിന്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാം. ആ പ്രോസസ്സാണ് എന്ത്? കണ്ടൻസേഷൻ. ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം അല്ലെ? അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മളുടെ വാട്ടർ വേപ്പേഴ്സ് മുകളിൽ നിൽക്കുന്നത് തിരിച്ച് ലിക്വിഡായി മാറാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കണ്ടൻസേഷൻ. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കുറയും അല്ലെ? നമ്മൾ മറ്റേ കേസിലൊക്കെ പറഞ്ഞു ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് എഫക്ട് ഉണ്ടാവുന്നത്. ഇവിടെ ടെമ്പറേച്ചർ, അതായത് നമുക്ക് ആലോചിച്ചാൽ അറിയാം, വാട്ടർ ബോയിലിംഗ് കഴിഞ്ഞ് സിറ്റുവേഷനിലേക്ക്, അതായത് തിളപ്പിച്ചാറിയ വെള്ളം എന്നൊക്കെ പറയും അല്ലേ നമ്മള്, അപ്പൊ ആ സിറ്റുവേഷനിലാണ് ഈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് വന്ന് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇഫ് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ഈസ് അഗെയിൻ കൺവേർട്ടഡ് ടു സോളിഡ്? ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മള് ഐസ് ഉണ്ടാക്കുന്നത് വാട്ടർ ഈസ് നമ്മൾ വെള്ളത്തിനെ റെഫ്രിജറേറ്ററിൽ വെക്കുമ്പോൾ നമുക്ക് തിരിച്ച് സോളിഡ് ആയിട്ട് കിട്ടുന്നു, ഐസ് കിട്ടുന്നു അല്ലെ? അപ്പൊ വെള്ളം ഈസ് കൺവേർട്ടിങ് ടു ഐസ് അല്ലെ? അതിനെയാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയാ. അപ്പൊ അവിടെ നമുക്കറിയാം നമ്മൾ ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുന്നത്. ഇനി ചില ഒരു കേസ് ഉണ്ട്, അതായത് ഡയറക്ട്ലി സോളിഡ്സ് ആർ കൺവേർട്ടിങ് ടു ഗ്യാസ്. അതായത് നമ്മൾ പറഞ്ഞു ഇതിന്റെ ഇടയിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ലിക്വിഡ് സ്റ്റേറ്റിൽ പോകാതെ സോളിഡ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടിങ് ടു ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ ക്യാംഫർ. ആ പ്രോസസ്സിന് എന്താ നമ്മൾ പറയാ? sublimation അല്ലേ? sublimation is the process of conversion of solid matter directly into gaseous state is called as sublimation. അതൊരു സ്പെഷ്യൽ കേസ് ആണ് അല്ലേ? അപ്പോ ഇതാണ് നമ്മളുടെ different changes in the matters. Okay, അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് melting, then vaporization, then sublimation, freezing, deposition, condensation. These all are the different changes in the matters. Okay, അപ്പൊ നമ്മൾ എന്താണ് ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ളത് പഠിച്ചു അല്ലെ? അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മെൽറ്റിങ്ങിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഐസ് കൺവേർട്ടഡ് ടു വാട്ടർ. അത് മെൽറ്റിങ്ങിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഈ മെൽറ്റിംഗ് നടക്കുന്നത് ഹയർ ടെമ്പറേച്ചറിലാണ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് ഐസ് ഉരുക അല്ലെ? അപ്പോ ചൂട് കൂടുമ്പോഴാണ് ഈ പ്രോസസ്സ് നടക്കുക. അതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. മെൽറ്റിംഗ് ഈസ് വൺ കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ദെൻ വേപ്പറൈസേഷൻ എക്സാമ്പിൾ വാട്ടർ കൺവേർട്ടഡ് ടു വേപ്പേഴ്സ് അല്ലേ? അതും ഹയർ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ദെൻ സബ്ലിമേഷൻ ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ കേസ് ആണ്. സോളിഡ്സ് ആർ ഡയറക്ട്ലി കൺവേർട്ടിംഗ് ടു ഗേഷ്യസ് സ്റ്റേറ്റ് അണ്ടർ
high temperature or normal temperature. Camphor നമുക്കറിയാം നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ സോളിഡ്സ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടിംഗ് ടു വേപ്പേഴ്സ് അല്ലേ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ ക്യാംഫറിനെ പറയാം. ദെൻ കണ്ടൻസേഷൻ പറഞ്ഞു. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേഷ്യസ് മോളിക്യൂൾസ് ലിക്വിഡ് ഫോമായി മാറുന്നതാണ്. ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഈസ് അഗെയിൻ കൺവേർട്ടിംഗ് ടു സോളിഡ് ഫേസ് അണ്ടർ ലോ ടെമ്പറേച്ചർ അല്ലെ. അതായത് വാട്ടർ ഈസ് കൺവേർട്ടിംഗ് ടു ഐസ് ഫോം. അപ്പോൾ ഡിഫറെന്റ് ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ നോക്കി. ഈസി ആണ് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. വാട്ട് യു മീൻ ബൈ ലാറ്റന്റ് ഹീറ്റ്? Latent heat is nothing but it is the heat at which liquid change into vapor without changing the temperature. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിക്വിഡ് വേപ്പറായി മാറുന്നത് എന്താണ്? ഇവാപറേഷൻ ആണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് a liquid into its vapor form without changing the temperature. അതായത് നമ്മൾക്ക് ടെമ്പറേച്ചർ കൂട്ടിയാലാണ് നോർമലി നമുക്ക് ഇവാപറേഷൻ നടക്കുക. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് അറ്റ് വിച്ച് ദ ലിക്വിഡ് ഈസ് കൺവേർട്ടിംഗ് ടു ഇറ്റ്സ് വേപ്പർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വെള്ളം തിളപ്പിക്കാൻ വെച്ചു. നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. ഈ 100 ഡിഗ്രി സെന്റിഗ്രേഡിന് എബോ ഒരു ബോയിലിംഗ് പോയിന്റ് നമുക്ക് വാട്ടറിന് പോസിബിൾ അല്ല അല്ലെ. അപ്പോ വൺസ് ഈ 100 ഡിഗ്രി സെന്റിഗ്രേഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഓട്ടോമാറ്റിക്കലി ഈസ് വെള്ളം ഓട്ടോമാറ്റിക്കലി കൺവേർട്ടിങ് ഇൻ ടു ഇസ് സ്റ്റീം ഫോം അല്ലെങ്കിൽ എയർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ വേപ്പേഴ്സ് ആർ ഫോമിങ് അല്ലേ. അപ്പൊ ഈ ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേറ്റന്റ് ഹീറ്റ്. അവിടെ നമ്മളുടെ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യുന്നില്ല ഈവൻ ദോ ദ ലിക്വിഡ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു ഇറ്റ്സ് വേപ്പർ ഫോം. ദിസ് ഈസ് കോൾഡ് ആസ് ലേറ്റന്റ് ഹീറ്റ് അല്ലെ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഈസി ആണ് അല്ലെ നമ്മൾ പഠിച്ചത്. അപ്പോ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ദ ഹീറ്റ് അറ്റ് വിച്ച് ദ ലിക്വിഡ് ഈസ് കൺവേർട്ടിംഗ് ടു ഇറ്റ്സ് വേപ്പർ ഫോം വിത്തൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ. എക്സാമ്പിൾ വാട്ടറിൽ നിന്നും വേപ്പേഴ്സ് എസ്കേപ്പ് ചെയ്യുന്നതാണ് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം അല്ലെ. എന്താണ് വേപ്പർ പ്രഷർ? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ വേപ്പർ ഓൺ ദ സർഫസ് ഓഫ് ഐദർ എ ലിക്വിഡ് ഓർ എ സോളിഡ്. അതായത് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേപ്പർ സോളിഡിന്റെയോ ലിക്വിഡിന്റെയോ പ്രതലത്തില് കാണിക്കുന്ന പ്രഷറിനെയാണ് എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ. ഓക്കെ. ഇപ്പോ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? ടെമ്പറേച്ചർ അല്ലെ. നമുക്ക് ചിന്തിച്ചറിയാം ടെമ്പറേച്ചർ അപ്പൊ വേപ്പർ പ്രഷറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എങ്ങനെയാണ് ടെമ്പറേച്ചർ ഈ വേപ്പർ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ലിക്വിഡിനെ ചൂടാക്കുമ്പോൾ അതിൽ നിന്നും ഗ്യാസ് മോളിക്യൂൾസ് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു അല്ലെ. അപ്പോ ഈ വേപ്പേഴ്സ് ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ലിക്വിഡ്? അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ ലിക്വിഡിന്റെ ഇടയിലുള്ള കൈനറ്റിക് എനർജി, അതായത് ലിക്വിഡിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. സോ എന്താവും? ഈ ഇൻക്രീസ് ചെയ്ത പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി വിൽ ടെൻഡ് ടു എസ്കേപ്പ് ദീസ് പാർട്ടിക്കിൾസ് ടു ദ ലോവർ പ്രഷർ ഏരിയ അല്ലെ. അതായത് പ്രഷർ കുറഞ്ഞ ഏരിയയിലേക്ക് നമ്മുടെ ഈ പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യും അല്ലെ. അപ്പൊ എന്താവും? ഓട്ടോമാറ്റിക്കലി എ പ്രഷർ ഈസ് ജനറേറ്റഡ് എബോവ് ദിസ് ലിക്വിഡ് അല്ലെ. അപ്പൊ ഇത്തരം ടൈപ്പ് ഓഫ് പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയാ? വേപ്പർ പ്രഷർ എന്ന് പറയാ അല്ലെ. അപ്പോ as the temperature increases, what will happen? The vapor pressure also increases. Okay. Then ഇന്റർമോളിക്കുലാർ ഫോഴ്സസിനും അപ്പൊ അവിടെ ഒരു റോള് വരുന്നില്ലേ വേപ്പർ പ്രഷറിൽ? എങ്ങനെയായിരിക്കും ഇന്റർമോളിക്കുലാർ ഫോഴ്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതായത് ലിക്വിഡ്സ് വിത്ത് വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആണെങ്കിൽ വിൽ ബി a chance of escaping this particle in a faster manner അല്ലെ. അപ്പൊ എന്തുണ്ടാകും? the vapor pressure of that particular particle will be higher അല്ലെ. അപ്പോ പാർട്ടിക്കിൾസിന്റെ മേലെ കാണുന്ന വേപ്പർ പ്രഷർ കൂടുന്നു. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വീക്കർ ആകുന്ന ലിക്വിഡിനെ വേപ്പർ പ്രഷർ കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഈ 2 ഫാക്ടേഴ്സും വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ വേപ്പർ പ്രഷർ എന്താണ്? വേപ്പർ പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ അബോവ് ദ സർഫേസ് ഓഫ് എനി കൈൻഡ് ഓഫ് ലിക്വിഡ് ഓർ ദ സോളിഡ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് വേപ്പർ പ്രഷർ അല്ലെ. അപ്പൊ നമ്മള് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓൾസോ ഇവിടെ പറഞ്ഞു അല്ലെ. എന്താണ്? ടെമ്പറേച്ചറും അതുപോലെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസും. അനദർ ഫാക്ടർ വിച്ച് ഈസ് ഇൻഫ്ലുവൻസിങ് നമുക്ക് ഒന്ന് നോക്കാം. സർഫസ് ഏരിയ ഇതില് വേപ്പർ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നോ, ബിക്കോസ് സർഫസ് ഏരിയയുമായിട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് വേപ്പർ പ്രഷർ ആണ് അല്ലേ. ഓക്കെ. ദെൻ എന്താണ്? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് ലിക്വിഡ്? എന്താണ് വോളറ്റൈൽ മെറ്റീരിയൽസ്? Volatile materials are those materials in which the liquid സ്റ്റേറ്റിലെ
പാർട്ടിക്കിൾസ് ഡയറക്ട്ലി വേഗം ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളട്ടൈൽ മെറ്റീരിയൽസ് അല്ലെ? വോളട്ടൈൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ദ particles move from liquid to the vapor phase directly is called as volatile materials. അപ്പോൾ volatile materialsന്റെ പ്രത്യേകത എന്തായിരിക്കും? volatile മെറ്റീരിയൽസിൽ നമ്മൾ ഒരു ലിക്വിഡ് സബ്സ്റ്റൻസിനെ അറ്റ്മോസ്ഫിയറിൽ തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേഷ്യസ് മോളിക്യൂൾസ് വിൽ എസ്കേപ്പ് ഫ്രം ദാറ്റ് ലിക്വിഡ് അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളട്ടൈൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ volatile materials are those materials which will be having higher vapor pressure at the normal temperature itself അല്ലെ? അതായത് പാർട്ടിക്കിൾസിന് ഹയർ വേപ്പർ പ്രഷർ ഉണ്ടാകുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഗ്യാസ് മോളിക്യൂൾ എസ്കേപ്പ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? വോളട്ടൈൽ മെറ്റീരിയൽസ്. ഓക്കെ. Then relative humidity. What do you mean by relative humidity? Relative humidity is the vapor pressure of water. It is the ratio actually. The ratio of water, vapor pressure of water in the air to that of vapor pressure that in the air can hold. അതായത് ഒരു സാച്ചുറേറ്റഡ് സിറ്റുവേഷനിലെ എയർ, ഓക്കെ, എയറിലുള്ള വേപ്പർ പ്രഷർ ഈസ് the ratio of that particular material to the vapor pressure of the pure water. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നമുക്ക് ബോയിലിംഗ് എന്താന്ന് നോക്കാം അല്ലെ? വാട്ട് യു മീൻ ബൈ ബോയിലിംഗ്? ബോയിലിംഗ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു വേപ്പർ ഫേസ് അല്ലെ? അതിനാണ് നമ്മൾ എന്ത് പറയാം? ബോയിലിംഗ് പോയിന്റ്. അതിനല്ലെങ്കിൽ നമുക്ക് പറയാം when the vapor pressure equals the atmospheric pressure. അതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ when equals to the atmospheric pressure. It is called as boiling point. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും ടേംസ് നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പൊ വോളട്ടൈൽ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണെന്ന് നോക്കി, ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കി. ഇനി അടുത്തത് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, സർട്ടൻ ഫാക്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസിങ് വേപ്പർ പ്രഷർ, അതായത് ടെമ്പറേച്ചർ, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആൻഡ് സർഫസ് ഏരിയ. ഓക്കെ. ഇതെല്ലാമാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് വരുമ്പോൾ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, സർഫസ് ഏരിയക്ക് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് വരുന്നത് എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽസ്. അതായത് ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ഓർ കോൺസ്റ്റന്റ് അറ്റ് വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഡിഡിൻ ചേഞ്ച്. അതായത് നമ്മുടെ സബ്ലിമേഷൻ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓർ മാക്സിമം പ്രഷർ ഓർ മിനിമം ടെമ്പറേച്ചർ ഓർ മിനിമം പ്രഷർ അറ്റ് വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ കനോട്ട് ബി ചേഞ്ച്. മനസ്സിലായോ? അതായത് ഒരു സ്റ്റേറ്റിന്, അതായത് നമുക്ക് ഇപ്പൊ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ സോളിഡിന് ഏത് പോയിന്റിലാണോ ലിക്വിഡ് ആയി മാറാൻ പറ്റാത്തത്, ചില പോയിന്റ് വരുമ്പോൾ നമുക്ക് മാക്സിമം ടെമ്പറേച്ചറും മാക്സിമം പ്രഷറും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഇല്ലാണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ലിമേഷൻ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. Then what you mean by eutectic mixture? Eutectic mixture എന്ന് പറഞ്ഞാൽ when we are mixing two solids അല്ലെങ്കിൽ when we are mixing two liquids. ഓക്കെ. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. ഇപ്പൊ നമ്മൾ രണ്ട് സോളിഡ്സിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് അവിടെ കുറഞ്ഞിട്ട് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എ ലിക്വിഡ് ഫോം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂട്ടറ്റിക് മിക്സ്ചർ. സോ യൂട്ടറ്റിക് മിക്സ്ചർ ഈസ് ദാറ്റ് വെൻ ടു solids are mixing and the melting point there will be very lowering and it is converted to a liquid form. This is called as eutectic mixture. Okay. Example നമുക്ക് പറയാം മെന്തോൾ തൈമോൾ പൗഡർ അല്ലെ? മെന്തോൾ തൈമോൾ പൗഡർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഫ്ലോ ലൈക്ക് എ ലിക്വിഡ്. ഓക്കെ. അതാണ് പറയുന്നത് രണ്ട് സോളിഡ്സിനെ മിക്സ് ചെയ്യുമ്പോൾ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞിട്ട് ലിക്വിഡ്സ് ആയി കൺവേർട്ട് ചെയ്യുന്ന മിക്സ്ചറിനെയാണ് നമ്മൾ യൂട്ടറ്റിക് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കിനി ഗ്യാസസ് ആൻഡ് എയറോസോൾ എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റർ വിച്ച് ഈസ് ഡസന്റ് ഹാവ് എനി ഷേപ്പ്, സൈസ് ആൻഡ് വോളിയം അല്ലേ? ബട്ട് വാട്ട് ഈസ് ദ കേസ് ഓഫ് എയറോസോൾ? എയറോസോളിൽ ഇറ്റ് ഈസ് ദ കേസ് ഇൻ വിച്ച് ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ഓർ പാർട്ടിക്കിൾ എംബഡഡ് ഇൻ ദ gaseous molecule അല്ലേ? അതായത് എയറോസോൾ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ലിക്വിഡ് മോളിക്യൂൾ എന്ന് പറയും. ഒരു ലിക്വിഡ് മോളിക്യൂള് ഗ്യാഷ്യസ് മോളിക്യൂളുമായി എംബഡഡ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയറോസോൾ. ഓക്കെ. എക്സാമ്പിൾ എന്തൊക്കെയാണ് എയറോസോളിൽ വരാം? നമ്മുടെ നാച്ചുറൽ ഫോഗ്, മിസ്റ്റ്, സ്റ്റീം എല്ലാതും എയറോസോളിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലേ? അപ്പൊ ഈ ടോപ്പിക്സ് എല്ലാം നമ്മുടെ സിലബസിൽ വരുന്നതാണ്. ജസ്റ്റ് ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ഓപ്ഷൻസിൽ തരുമ്പോൾ നമുക്ക് ഐഡന്റിഫിക്കേഷൻ പറ്റണം. വെരി ഈസി ചാപ്റ്റർ ആണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഓക്കെ. ദെൻ
What do you mean by liquid crystals? Liquid crystals എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the state that has properties between those are conventional liquid between, okay, conventional liquids and those with the solid state. അതായത് സോളിഡ് ആണോ എന്ന് ചോദിച്ചാൽ സോളിഡ് അല്ല, ലിക്വിഡ് ആണോ എന്ന് ചോദിച്ചാൽ ലിക്വിഡ് അല്ല. ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്വിഡ് ക്രിസ്റ്റൽ. സോ ദീസ് ആർ ദ മെറ്റീരിയൽസ് വിച്ച് വിൽ ബി ഹാവിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ബിറ്റ്വീൻ ദ ലിക്വിഡ് മോളിക്യൂൾസ് ആൻഡ് ദാറ്റ് ഓഫ് ദ സോളിഡ് മോളിക്യൂൾസ്. ഇതാണ് നമ്മുടെ ലിക്വിഡ് ക്രിസ്റ്റൽസ്. ഫോർ എക്സാമ്പിൾ കൊളസ്ട്രോൾ ബെൻസോയേറ്റ്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ സോളിഡ് ആണോ എന്ന് ചോദിച്ചാൽ സോളിഡ് അല്ല, അതിന്റെ പ്രോപ്പർട്ടി ലിക്വിഡ് ആണോ എന്ന് ചോദിച്ചാൽ ലിക്വിഡ് അല്ല. അതിനെയാണ് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലിക്വിഡ് കോംപ്ലക്സസിനെ കുറിച്ച് നോക്കാം. നമുക്കറിയാം there are chances for having some kind of complexes when these two matters are coming, അല്ലെ? അതായത് രണ്ട് മാറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കോംപ്ലക്സസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ചാൻസസ്? അതായത് ഒരു സോളിഡും ലിക്വിഡും തമ്മിൽ വന്നാൽ അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? സോളിഡും ലിക്വിഡും വരുമ്പോൾ ഇതൊരു സസ്പെൻഷൻ ആണ്, അല്ലേ? അപ്പോൾ ഒരു സസ്പെൻഷൻ ഫോം, അതൊരു കോംപ്ലക്സ് ഫോർമുലേഷൻ ആണ്. ദെൻ അനദർ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത എന്താണ്? സോളിഡും ഗ്യാസും, അല്ലെ? സോളിഡും ഗ്യാസും വരുമ്പോ എന്തായി? ഗ്രാന്യൂൾസ് ആയി, അല്ലെ? ഗ്രാന്യൂൾസിൽ എന്താണ്? സോളിഡും ഗ്യാസും ഫോർമുലേഷൻ ആണ് വരുന്നത്, ഗ്രാന്യൂൾസ്, അല്ലെ? പിന്നെ ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാം. എന്തായിരിക്കും ലിക്വിഡും ഗ്യാസും തമ്മിൽ വരുന്ന കോംപ്ലക്സ്? അതായത് ഫോംസ്. അതിനെയാണ് നമ്മൾ ഒരു ഫോം കൈൻഡ് ഓഫ് എയറോസോൾ എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ ലിക്വിഡും ഗ്യാസും വരുമ്പോ ഫോംസ് ആണ് ഫോർമുലേഷൻ വരുന്നത്. പിന്നെ എന്തായിരിക്കും വരാ? അതായത് ലിക്വിഡും നമുക്കറിയാം ഇമൽഷൻസ്. വാട്ട് യു മീൻ ബൈ ഇമൽഷൻ? അതായത് ഓയിൽ ഇൻ വാട്ടറോ വാട്ടർ ഇൻ ഓയിലോ ടൈപ്പ്. അതിൽ എന്താ വരുന്നത്? ലിക്വിഡ് കോംപ്ലക്സ് ഫോർമുലേഷൻ അല്ലേ വരുന്നത്? അതാണ് അനദർ കൈൻഡ് ഓഫ് ലിക്വിഡ് കോംപ്ലക്സസ്. ഏതൊക്കെയാണ്? സോളിഡ് ലിക്വിഡ് കോംപ്ലക്സ് ഇസ് ദ, സോളിഡ് ഗ്യാസ് കോംപ്ലക്സ് ഇസ് ദ, ലിക്വിഡ് ഗ്യാസ് കോംപ്ലക്സ് ഇസ് ദ, ലിക്വിഡ് കോംപ്ലക്സ് ഇസ് ദ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ലിക്വിഡ് കോംപ്ലക്സസിനെ കുറിച്ച് വരുന്നത്. ദെൻ എന്താണ് ഗ്ലാസി സ്റ്റേറ്റ്? ഗ്ലാസി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഓക്കെ, ഇതിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഒന്നല്ല വരുന്നത്. ഇറ്റ് ഈസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആൻഡ് മാറ്റർ അപ്പിയേഴ്സ് ഇൻ എ സോളിഡ് ഫോർ എ ഷോർട്ട് ടൈം. അതായത് ഇതിലെന്ന് പറയുന്നത് ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് ഇതിൽ. അപ്പോൾ ഇത് കുറച്ച് ടൈം സോളിഡ് സ്റ്റേറ്റ് നിൽക്കും, അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ മാറും. അതിനെയാണ് നമ്മൾ എന്താ പറയാ? ഗ്ലാസി സ്റ്റേറ്റ് എന്ന് പറയാ. മനസ്സിലായോ? അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഗ്ലാസി സ്റ്റേറ്റിൽ നിന്ന് മാറ്റർ മാറിയിട്ട് ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു ദ സോളിഡ് സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്ലാസി സ്റ്റേറ്റ് എന്ന് പറയാ. ഓക്കെ, അപ്പോൾ ഗ്ലാസി സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് ചിലപ്പം പ്രോപ്പർട്ടി തന്നിട്ട് ഐഡന്റിഫിക്കേഷൻ തരും. ഓക്കെ, അപ്പൊ ഗ്ലാസി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഓക്കെ, ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അല്ല, മറ്റു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്നതല്ല, അതുപോലെ സാച്ചുറേഷൻ പോയിന്റിൽ ഉണ്ടാവുന്നതല്ല. ഇറ്റ് ഈസ് ആ പോയിന്റ് വിച്ച് ഈസ് നോൺ ഇക്വിലിബ്രിയം ഇൻ നേച്ചർ, വേർ at some point it will be acting as a solid, then suddenly converted to liquid form. ഇതാണ് ഗ്ലാസി സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ അന്ന് സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മാറ്റർ വിച്ച് ഈസ് ഹാവിംഗ് എ പ്രോപ്പർ സൈസ്, ഷേപ്പ് ആൻഡ് വോളിയം, അല്ലേ? എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് എ പ്രോപ്പർ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് വോളിയം. ഓക്കെ, ഫിക്സ്ഡ് ഷേപ്പും സൈസും വോളിയവും ഉണ്ട്. ആൻഡ് ദ ഇന്റർമോളിക്കുലർ പാറ്റേൺ ഓൾസോ ഫിക്സ്ഡ് ഇൻ ദിസ് crystalline solids. For example, metal, rock, ice. ഇതിലെല്ലാം നമ്മുടെ intermolecular force of attraction between these particles are very high and they are in a very tight packed combination. അല്ലേ? അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോളിഡ്സിനെ തന്നെ രണ്ട് ടൈപ്പ് നമ്മൾ പറയും, ക്രിസ്റ്റലൈൻ സോളിഡ്സും നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്സും. നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഓൾസോ വിൽ ബി ഹാവിംഗ് ദ ഡെഫിനിറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് വോളിയം, ബട്ട് intermolecular pattern will be not much fixed. ഓക്കെ, അതായത് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ ഫിക്സ്ഡ് ആയിരിക്കില്ല. അതിനെയാണ് നമ്മൾ നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്, ഗ്ലാസ്. ഓക്കെ, അപ്പോൾ അതിന്റെ എഡ്ജസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷാർപ്പ് എൻഡ് കിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഷാർപ്പ് ആയിരിക്കില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഇതിന്റെ ഒക്കെ എന്തായിരിക്കും? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒന്നും ഷാർപ്പ് ആയിരിക്കില്ല. അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് അത്ര ഫിക്സ്ഡ് ആയിരിക്കില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ദർ വിൽ ബി ഷാർപ്പ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഓൾസോ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ ഓൾസോ ഫിക്സ്ഡ് മാനർ. ഓക്കെ, അതാണ് സോളിഡ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് പോളിമോർഫ്സ് ആണ്. എന്താണ് ഒരു പോളിമോർഫ്സ്?
പോളിമോർഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ്സ് വിച്ച് ആർ ഹാവിംഗ് ദ എബിലിറ്റി ടു ചേഞ്ച് ദർ ഫോം അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ഓക്കെ, അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സോളിഡ്സിന് അതിന്റെ ഫോം മാറാൻ പറ്റുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, പോളിമോർഫ്സ്. ഓക്കെ, എക്സാമ്പിൾ കാർബൺ ഡയമണ്ട്. അതായത് കാർബൺ സാധാരണ രീതിയിൽ ഇരിക്കുമ്പോ എന്താ, കരിക്കട്ട അല്ലേ, അത് കുറെ നാള് അണ്ടർ പ്രഷറിൽ നിൽക്കുമ്പോൾ അത് എന്തായി മാറുന്നു, ഡയമണ്ട് ആയി മാറുന്നു. എന്തുകൊണ്ടാണ്, അത് ഈ മാറ്ററിൽ വരുന്ന പാർട്ടിക്കിൾസിന്റെ കോമ്പിനേഷൻ ത്രൂ ആണ് ഈ ചേഞ്ചസ് നടക്കുന്നത് അല്ലെ. അതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, പോളിമോർഫിസം. ഓക്കെ, അപ്പൊ നമുക്ക് ചില ഫോർമുലേഷൻസിൽ പോളിമോർഫിസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ, അതായത് എസ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ നമുക്ക് ഫോർമുലേഷനിലെ പാർട്ടിക്കിൾസിന്റെ പാറ്റേൺസ് മാറ്റണം. അതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, പോളിമോർഫിസം. അപ്പൊ ഈ പോളിമോർഫിസത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഡ്രഗ് പോളിമോർഫ് ആണ്. അതായത് എവിടെയൊക്കെയാണ് ഈ പോളിമോർഫ് ഇമ്പോർട്ടന്റ് ആയി വരുന്നത്, ഇത് ന്യൂക്ലിയേഷൻ ആൻഡ് ക്രിസ്റ്റൽ ഗ്രോത്ത്. ഓക്കെ, അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ, ചില സമയത്ത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡ്രഗ് പോളിമോർഫ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലെ ഈ ഡ്രഗ് പോളിമോർഫ്സിന്, അത് നമുക്ക് ഫോർമുലേഷനിൽ ആവശ്യമാണ്. ദെൻ പോളിമോർഫ് കൺട്രോൾ, ചില സിറ്റുവേഷനിൽ നമുക്ക് പോളിമോർഫ് കൺട്രോളും ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പോളിമോർഫിസത്തിൽ വരുന്നത്. ആക്ച്വലി the states of matter is a very simple topic and we have discussed the main points coming under this chapter അല്ലേ. അപ്പൊ ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആണ് പഠിക്കാനായിട്ട്. പക്ഷെ എല്ലാ ടേംസും നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പം ഈ സബ്ലിമേഷൻ ക്രിട്ടിക്കൽ പോയിന്റ്, അതുപോലെ തന്നെ ലേറ്റൻ ഹീറ്റ്, വേപ്പർ പ്രഷർ, ഓക്കെ, ഗ്ലാസി സ്റ്റേറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഐഡന്റിഫിക്കേഷൻ തരാം. പിന്നെ സോളിഡ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു, ലിക്വിഡ് കോംപ്ലക്സസ് അത് ഫോർമുലേഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ അതർ യൂട്ടറ്റിക് മിക്സ്ചർ എന്താന്ന് പറഞ്ഞു, ഗ്യാസും എയറോസോളും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു അല്ലേ. ദെൻ വേപ്പർ പ്രഷറിന്റെ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ബോയിലിംഗ് പോയിന്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇനി അടുത്തത് നമുക്ക് ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വരുന്നുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വെരി ഈസി ആൻഡ് വെരി സിമ്പിൾ ടോപ്പിക്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ആക്ച്വലി ദർ ആർ 3 മെയിൻ കാറ്റഗറീസ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ആൻഡ് ജസ്റ്റ് ഫ്യൂ പോയിന്റ്സ് കമ്മിങ് അണ്ടർ ദിസ് ചാപ്റ്റർ അല്ലെ. ആ പോയിന്റ്സ് എല്ലാതും ജസ്റ്റ് മനസ്സിലാക്കി പോകാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നോട് ചോദിക്കാം. ഓക്കെ, either through the WhatsApp group or directly you can ask me. ഇതൊരു ചെറിയ ചാപ്റ്റർ ആയതിന്റെ പേരിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിൽ തന്നെ വരുന്ന ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഓക്കെ, അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതെ, താങ്ക് യു.